ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇറ്റ് മീ മുഫാസ ഗെയിമിംഗ് ഗൈസ്. അപ്പം നമ്മൾ മഴയൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പം മഴയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ ഇട്ടേക്കുന്നത്. ഞാനിപ്പോൾ ടാബിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ ടാബിൻ്റെ അകത്ത് ഒരു ഗെയിമും കൂടി നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നു. FC മൊബൈലാണ് ഗൈസ്. പേര് പെസ് എന്നും വിളിക്കും. പെസ്. അപ്പം FC മൊബൈൽ കളിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് നമ്മൾ ചിലപ്പോൾ നമുക്ക് FC മൊബൈലിൻ്റെ അങ്ങനെ വീഡിയോ ഒക്കെ ചിലപ്പോൾ ഇടുന്നതായിരിക്കും. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഡൗൺലോഡ് ചെയ്തു. അപ്പം അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു FC മൊബൈൽ. അത്യാവശ്യം നല്ല പരിപാടിയൊക്കെ തന്നെയാണ്. പിന്നെ വേറെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മളിപ്പം 600 സബ് ആവാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം എത്രയായെന്ന് എനിക്ക് കറക്റ്റ് കൂടെ, എന്നാലും നമ്മൾ ആവാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ 600 സബ് ആവുമ്പം ഫ്രീ ഫയർ ഒരു റെഡീം കോഡ് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ അപ്പം എല്ലാവരും 600 സബ് ആക്കുക. അപ്പം എല്ലാവർക്കും കിട്ടത്തില്ല, ഒരാൾക്കാണ് കിട്ടുന്നത്. പക്ഷെ ചിലപ്പോൾ അത് നിങ്ങളായിരിക്കും. നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒക്കെ മനസ്സിലായോ? ചിലപ്പോൾ നിങ്ങളായിരിക്കാം വിന്നത്. നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ലക്കാണ് ഗൈസ്. വേണം നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്ത് നമ്മുടെ ഇവോയിൻ്റെ ഗൺസ്കിന്ന് സ്പിൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ എന്ത് വേണം ഗൈസ് എടുക്കാൻ കേട്ടോ. നമ്മൾ എത്രയൊന്നും ഇപ്പം ഫിക്സ് ആക്കിയിട്ടില്ല. ഡയമണ്ട് എത്രയാണ് കൊടുക്കുന്നതെന്ന് ഫിക്സ് ആക്കിയിട്ടില്ല. അതൊക്കെ പതിയാക്കല്ലേ, സെറ്റാക്കാം. അപ്പോൾ ഗൈസ് എൻ്റെ അക്കൗണ്ട് നോക്കുകയാണെ ഇതാണ് ഗൈസ്. നിൽക്കുന്നത് അവിടെ. ഇതാണ് ഗൈസ് എൻ്റെ HTA മൊബൈൽ അക്കൗണ്ട്. അപ്പം നോക്കട്ടെ ഗൈസ്, ഇതാണ് എൻ്റെ പ്രൊഫൈൽ. നോക്കുവാണ് എൻ്റെ FC മൊബൈൽ ഡൗൺലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ദിവസം കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേൾഡ് ക്ലാസിക് 4 വരെ എത്തി. ഓക്കെ, ഇതാണ് ഗൈസ്. ഓക്കെ, ഇതാണ് എൻ്റെ ഇത് കറക്റ്റ്. സത്യം പറഞ്ഞാൽ FC മൊബൈലിനെ പറ്റി എത്ര അങ്ങോട്ട് അറിഞ്ഞൂടാ, എന്നാലും ശകലമൊക്കെ അറിയാം ഗൈസ്, ശകലമൊക്കെ അറിയാം. ഇതാണ് നമ്മുടെ അക്കൗണ്ട്. എൻ്റെ പ്രൊഫൈലാണ്. പേര് മുഫാസ എന്നാണ്. പിന്നെ നോക്കുവാണെങ്കിൽ പ്ലെയേഴ്സ് നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാനിപ്പം മെസ്സി ഗൈസ്, ഞാനൊരു മെസ്സി ഫാനാണ്. അപ്പോൾ ഞാൻ മെസ്സി വാങ്ങാൻ വേണ്ടി ഗോൾഡൊക്കെ ശേഖരിച്ച് വെച്ചേക്കുവാണ്. ഇതാണ് എൻ്റെ പ്ലെയേഴ്സ് നോക്കുവാണെങ്കിൽ. അപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ ചെറിയ പ്ലെയേഴ്സ് ആയിരുന്നു. പിന്നെ പ്ലെയേഴ്സൊക്കെ കൂടുതൽ വന്നു. പിന്നെ ഇതിനെപ്പറ്റി എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതിനെപ്പറ്റിയല്ല അറിയാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഷെയറൊക്കെ ചെയ്തേക്ക്. പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ടീമാണിത്. നമ്മുടെ ടീം നോക്കുവാണെങ്കിൽ നല്ല ടീമാണ് നമ്മുടെ ടീം. പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല. ഇതെന്നാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ എനിക്ക് കളിക്കാനും വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ, എന്നാലും ചെറുതായിട്ടൊക്കെ കളിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ കാണിച്ചില്ലല്ലേ. പ്ലേയേഴ്സിനൊക്കെ കാണിച്ച് നമ്മുടെ മാർക്കറ്റിലോട്ട് നോക്കുവാണ്. മാർക്കറ്റിൽ പോകണത് വലിയ പരിപാടി. ഞാൻ പെട്ടിരിക്കുവാണ് ഗൈസ്. കുറേ സെല്ല് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ, വേണ്ടാത്ത പ്ലേയേഴ്സിനൊക്കെ സെല്ല് ചെയ്യുന്ന പരിപാടി ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ FC മൊബൈൽ സത്യം പറഞ്ഞാൽ കളിക്കുന്നതിന് എൻ്റെ കസിനനിയനുണ്ടായിരുന്നു. അവനും ഫുട്ബോൾ ഫാനാണ്, റൊണാൾഡോ ഫാനാണ് അവൻ. അപ്പോൾ അവനിങ്ങനെ കളിക്കുമായിരുന്നു FC മൊബൈൽ. അപ്പോൾ ഞാനും ഇത് കണ്ട് കളിക്കാൻ തോന്നി. പിന്നെ എൻ്റെ കസിൻസൊക്കെ കളിക്കാൻ തോന്നി, കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കസിൻ ചേട്ടനും കളിക്കാൻ തോന്നി. അവരൊക്കെ കളിച്ചിരുന്നപ്പോൾ എനിക്കും കളിക്കാൻ തോന്നി. ഞാൻ കളിച്ചു, ഞാൻ ഡൗൺലോഡ് ചെയ്തു. അപ്പം ഞാൻ കുറേ ആൾക്കാരെ സെല്ല് ചെയ്തായിരുന്നു. അതിൻ്റെ പൈസ എടുത്തിട്ടുണ്ട്. എൻ്റെ വിഷ് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ കേട്ടോ, റൊണാൾഡോ ഉണ്ട്, നമ്മുടെ പിന്നെ മെസ്സി ഉണ്ട്. മെസ്സി 1 2 3 4 എണ്ണം ഉണ്ട്. റൊണാൾഡോ 2 എണ്ണം ഉണ്ട്. എനിക്ക് എടുക്കാനുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് വേണ്ടത്. പക്ഷെ ഇപ്പം നോക്കുവാണെങ്കിൽ നമ്മളെ എത്താറായിട്ടും ഇല്ല. ഇനിയും കുറേ വേണം കേട്ടോ. ഇനിയും കുറേ വേണം. ഇതൊക്കെ പറഞ്ഞാൽ നമ്മളിത് എടുക്കും കേട്ടോ, അത് ഉറപ്പ്. ഇതെടുക്കും. ഓക്കെ അല്ലേ. CAM ആണ് നമ്മുടെ മെസ്സി. CAM സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ക്ലബിൻ്റെ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ക്ലബ്ബിൽ കയറി നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ക്ലബ്ബ്. ഞാൻ ക്ലബ്ബ് കാണിച്ചായിരുന്നു.
CAM ഉണ്ട്. CAM ഇല്ല. CAM ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ക്ലബ്ബ് ഇതാണ് കേട്ടോ ക്ലബ്ബ്. അപ്പം നമ്മുടെ ഗോൾ കീപ്പർ നോക്കുവാണെങ്കിൽ ഏതൊരു മൊട്ടത്തലേനാണ്. എനിക്ക് മോറുടെ പേരും പറഞ്ഞൂടെ. നമ്മൾ ഒരു ഫുട്ബോൾ ഫാനാണ്, പക്ഷെ മെസ്സി ഫാനാണ്. എനിക്ക് ഫുട്ബോളാണ് ക്രിക്കറ്റിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് കളിക്കാനും അതിന് ഇഷ്ടം, പക്ഷെ ഇന്നത്തെ ആൾക്കാരുടെ പേരോ മറ്റേ പേരോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഡയമണ്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ ഡയമണ്ട് 81 ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മുടെ സ്റ്റോറിൽ പോയി ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ഞാൻ വേസ്റ്റ് ആക്കി തരുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ പോയി നമുക്ക് ആദ്യം എല്ലാം എനിക്ക് വേണ്ടാത്ത എല്ലാം പ്ലെയേഴ്സിനെ നമുക്ക് സെല്ല് ചെയ്യാം. നമുക്ക് എങ്ങനെ സെല്ല് ചെയ്യണമെങ്കിൽ ഇപ്പം എനിക്കിപ്പം ഒരുത്തനെ സെല്ല് ചെയ്യണം. ഇപ്പോൾ ഒരുത്തനെ സെല്ല് ചെയ്യണം. എനിക്കിത് കൊള്ളാമല്ലോ. പർച്ചേസ് അങ്ങ് ചെയ്താലോ. ഓക്കെ, കുഴപ്പമില്ല. എനിക്കത് നമ്മളെവിടെ നിർത്തിയാൽ എനിക്കിപ്പം ഒരാളെ സെല്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം മാർക്കറ്റിൽ കയറുക. പിന്നെ ഇതേക്കുമ്പോൾ മൈ പ്ലെയേഴ്സ് എന്ന് കാണിക്കും. മൈ പ്ലെയേഴ്സിൻ്റെ ഒരു ആൾക്കാർ നിൽക്കുന്നുണ്ട്, ബ്ലൂ കളർ. ഇത് ഇവിടെ സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെടുക്കണം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന എല്ലാവരുടെ പേരൊക്കെ കാണും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 75 ആൾക്കാരുണ്ട് സെല്ല് ചെയ്യാൻ. ഇതൊക്കെ എനിക്ക് സെല്ല് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇത്ര ആൾക്കാരുണ്ട് എൻ്റെ കയ്യിൽ സെല്ല് ചെയ്യാൻ. ഇതൊന്നും വലിയ കാര്യമില്ലാത്ത പ്ലെയറാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. സെല്ല് ചെയ്ത് നമ്മുടെ ഈ കോയിന് കൂടും കേട്ടോ. കോയിൻ കൂടിയാൽ നമുക്ക് റൊണാൾഡോനെ, മെസ്സിനെ ആരെ വേണേൽ വാങ്ങിക്കാം. നെയ്മറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നെയ്മറൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ മെസ്സിനെ, റൊണാൾഡോനെ നോക്കാറുള്ളൂ. അത് ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഇവനെ കണ്ടപ്പോൾ പെട്ടെന്ന് എംബാപ്പേനെ ഓർമ്മ വന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ എംബാപ്പേൻ്റെ ഒരു ചായ ഇല്ലേ, മൊട്ടത്തലയൊക്കെ കാണും, അല്ല തലമുടി കാണുമ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എംബാപ്പേനെ ഓർമ്മ വന്നു. ഇനി എംബാപ്പേൻ്റെ മോനാണോ? ശരിയല്ലായിരിക്കും, നമുക്കറിഞ്ഞൂടെ. അപ്പോൾ എനിക്ക് 75 പ്ലെയേഴ്സ് ഉണ്ട് സെല്ല് ചെയ്യാൻ. ഇതെല്ലാം സെല്ല് ചെയ്യണം. അത് മാത്രമല്ല, സെല്ല് ചെയ്യാനും നല്ല പാടാണ്. നമ്മുടെ മൈ ഓർഡറിൽ നോക്കുമ്പോൾ നമ്മൾ സെല്ല് ചെയ്ത ആൾക്കാരെയൊക്കെ കാണിക്കും. അതേ നമ്പർ ഓഫ് ഓർഡർ നമുക്ക് മാക്സിമം 25 ആൾക്കാരെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓർഡറല്ല, സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നുമില്ല, നമ്മൾ 25 ആൾക്കാരെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ കുറേ ആൾക്കാരെ സെല്ല് ചെയ്തതായിരുന്നു. പിന്നെ ഞാൻ ആൾക്കാരൊക്കെ സെല്ല് ചെയ്ത് പൈസയൊക്കെ കിട്ടി. ഇപ്പം 3 പേര് ബാക്കിയുണ്ട്. ഇവർ ഇതുവരെ സെല്ലായിട്ടില്ല. ആയിക്കോളും എന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം മുതൽ സെല്ലാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കഴുത്തൊക്കെ വേദന വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം നോക്കണം ഗൈസ്. അപ്പോൾ നമുക്കിത് ഇപ്പം എനിക്കിത് ഈ മൊണ്ണേനെ കണ്ടല്ലോ, ഭയങ്കര ചിരിച്ചിരിക്കുന്നു. എനിക്കിപ്പോൾ ഇവനെയാണ് സെല്ല് ചെയ്യേണ്ടത്. നമ്മൾ സെല്ല് പിടിച്ചതാ ഗൈസ്. ഇവിടെ സെല്ല് പർച്ചേസ് എന്ന് കാണിക്കും ഗൈസ്. പർച്ചേസ് നെക്കണ്ട, വേണേ നെക്കിക്കോ. അപ്പോൾ നിങ്ങൾ അവനെ വാങ്ങും. ഇങ്ങനെയാണ് എന്ന് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും സെല്ല് പിടിച്ച് വെക്കുക. ഇവിടെ ഇങ്ങനെ കാണിക്കും ഡീറ്റെയിൽ. ഹയസ്റ്റ് വാല്യൂ വേണം നെക്കാൻ കേട്ടോ. പക്ഷെ ചിലപ്പം ഹയസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് പതുക്കെ അങ്ങനെ ആരും വാങ്ങിക്കത്തൊന്നുമില്ലായിരിക്കും ചിലപ്പോൾ ഹയസ്റ്റ് വാല്യൂ ഇടുവാണ്. ഇപ്പോൾ ലോവസ്റ്റ് വാല്യൂ ഉണ്ട്. ലോവസ്റ്റ് വാല്യൂ ഇടുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് ലാഭമൊന്നും കിട്ടത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ലാഭം നല്ലത് ഇവർ തന്നെ ഒരു എമൗണ്ട് പറയും കേട്ടോ. ആ എമൗണ്ട് വിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ എമൗണ്ടല്ല, ചിലപ്പോൾ ഞാൻ ഹയസ്റ്റ് വാല്യൂവിലാണ് വെക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ലോവസ്റ്റ് ഇന്ത്യ ഇതുവരെ നെക്കിയിട്ടില്ലെന്ന് തോന്നുന്നത്. ഇതുവരെ നെക്കിയിട്ടില്ല. ഹയസ്റ്റ് വാല്യൂയും സെല്ലിംഗ് പ്രൈസും ഉണ്ടോ? അപ്പോൾ അവിടെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. എന്നൊക്കെ പറഞ്ഞാൽ ഇവനെ എനിക്കിപ്പം സെല്ല് ചെയ്യണം. ഇവിടെ ഇങ്ങനെ കാണിക്കും, ഇവിടെ സെല്ലിന്ന് കണ്ടോ, സെല്ല് അവിടെ പിടിച്ച് വെക്കുക. പക്ഷേ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കാണിക്കും യുവർ ഓർഡർ ഹാസ് ബീൻ അക്സെപ്റ്റഡ്. അങ്ങനെ കണ്ട അവിടെ പിടിച്ച് കൺഫേം വെക്കുക. കൺഫേം വെക്കുമ്പോൾ ആ മൊണ്ണ സെല്ലായി പോയിട്ടുണ്ട് കേട്ടോ. ആ മൊണ്ണനെ മൈ ഓർഡറിലോട്ട് നോക്കുവാണെങ്കിൽ ആ മൊണ്ണനെ ഇവിടെ കാണിക്കും. ഇതല്ലേ മൊണ്ണ, ഈ മൊണ്ണേനെയാണ് ഞാൻ സെല്ല് ചെയ്തേക്കുന്നത്. അപ്പം ഈ മൊണ്ണേനെയാണ് ഞാൻ സെല്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മൊണ്ണ ഒരു മൊണ്ണയായിരുന്നു. ഓക്കെ, സോറി ഗൈസ്. അപ്പം ഇവനെ ഞാൻ ഇപ്പോൾ സെല്ല് ചെയ്തിട്ടുണ്ട്. അടുത്ത നോക്കുവാണെങ്കിൽ ഇവിടെ
മൈ പ്ലേസിൽ തന്നെ പോവുക, വെയിറ്റ് ചെയ്യണം. ഇതെന്തുവാ ആക്ച്വലി നെറ്റിൻ്റെ ആണ് കേട്ടോ, നെറ്റിൻ്റെ. ഓക്കെ ഇവിടെ പിടിച്ച് വെക്കുക. എനിക്ക് ഇവനെ സെല് ചെയ്യണം, ഇവനെ പിടിച്ച് നമുക്ക് സെല് വെക്കാം. ഇത് നമ്മൾ ഭയങ്കര സ്പീഡിൽ ചെയ്യണം. പക്ഷെ ഇവർ പറഞ്ഞേക്കുന്ന 25 ആൾക്കാരെ നമുക്ക് സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഇവർ പെട്ടെന്നൊന്നും സെല്ലായി പോത്തുമില്ല. ഇനി ഇപ്പോൾ 72 ആൾക്കാരുണ്ട് ഈ സെല് ചെയ്യാൻ. ഞാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ മൊണ്ണ പ്ലെയറൊക്കെ വരുവാണെങ്കിൽ അപ്പോഴേ സെല് ചെയ്യുമായിരുന്നു. ഇത് ഇത്ര പെട്ടെന്ന് ഇത്ര ആൾക്കാരൊക്കെ വന്ന് എങ്ങനെയാണോ? ഇത് കുറേ നേരം എടുക്കും കഴിച്ചു. അത് മാത്രമാണ് കുറേ നേരം എടുക്കും. അതേ പറയുന്നേ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ പാർട്ട് 2 വരാൻ സാധ്യത കാണുന്നതായിരിക്കും. പിന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കും. അതെന്താന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫ്രീ ഫയറും എഫ്സി മൊബൈലും കിടപ്പുണ്ട്. ഫ്രീ ഫയർ ഇപ്പോൾ കളിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും കളിക്കാൻ ടാബ് ആയതുകൊണ്ട് കളിക്കാൻ പാടാം. ഞാൻ പറഞ്ഞില്ലേ ടാബ് ഇച്ചിരി വലിയതാണ്. ലിനോവയുടെ ഏതോ മോഡലാണ്. കറക്റ്റ് ഏതാണെന്ന് എനിക്കറിഞ്ഞൂടാ, ഏതൊരു മോഡലാണ്. സെല്ല് പിടിച്ച് വെക്കുകയാണെങ്കിൽ എല്ലാം കയറി സെല്ല് കൺഫേം നിൽക്കുവാണ് കേട്ടോ. അപ്പം ഇതിച്ച് ഫാസ്റ്റ് ആവട്ടെ. ഇതിച്ച് ഫാസ്റ്റ് ആവാൻ വേണ്ടി ഞാൻ പോസ് ചെയ്യുവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാത്തിനും 53 പ്ലെയർ ബാക്കിയുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പോസ് ചെയ്തിട്ടാണ് കേട്ടോ ബാക്കി എടുത്തത്. അപ്പോൾ എൻ്റെ 25 ആൾക്കാരെ ഞാൻ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, ഓർഡർ കൊടുത്തിട്ടുണ്ട്, അല്ല സെല്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചില ആൾക്കാരൊക്കെ ക്ലൈമായി പോയിട്ടുണ്ട്. ഇവരൊക്കെ ക്ലൈമായി പോയി. സോൾഡ് എന്ന് കാണിക്കുന്നെല്ലാം ക്ലൈമായി പോയിട്ടുണ്ട് കേട്ടോ. സെല്ലിങ് ഇതുവരെ ക്ലൈം ആയിട്ടില്ല. അത് സെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരും വാങ്ങിക്കുന്നില്ല. അപ്പം നമുക്ക് ഈ കോയിൻ എല്ലാം കളക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലൈം ഓൾ കോയിൻസ് എന്ന് കാണിക്കും, അവിടെ പിടിച്ചങ്ങ് നിൽക്കുക. അപ്പോൾ അതെവിടെ ടോട്ടൽ എമൗണ്ട് ഓഫ് കോയിൻസ് ക്ലൈംഡ് എന്നിങ്ങനെ കാണിക്കും ഗൈസ്. അതിൽ ഇതാണ് ഗൈസ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് കോയിന്. ഇവരെ സെല്ല് ചെയ്തേക്കുന്ന ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ട് കേട്ടോ, സെല് ചെയ്യാൻ ഇനിയുണ്ട്. ഇതാരും സെല്ലായി പോകുന്നില്ല കേട്ടോ, അതാണ് സീൻ. നമുക്കത് ഇതൊക്കെ കളയും ചെയ്തേക്കാം. ഓക്കെ ഒരെണ്ണം കൂടെ ഉണ്ട് ബാക്കി, ഇതും കൂടെ ക്ലെയിം ചെയ്യാം. ഓക്കെ ഇനി 12 ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ആൾക്കാരെയും കൂടെ ഒന്ന് സെല്ല് ചെയ്തേക്കാം. ഇതൊക്കെയാണ് എൻ്റെ ഡ്രീം. നോക്കുവാണെങ്കിൽ കേട്ടോ, മെസ്സി ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, 2 റൊണാൾഡോ അല്ലേ 3 കുറേ ഉണ്ട്. റൊണാൾഡോ കുറേ ഉണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ നല്ല. ഈ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ, ഈ മെസ്സി എന്ന് പറഞ്ഞാൽ നല്ല സ്കില്ലുള്ള ഇതാണ് പ്ലെയറാണ്. ഇത് വേറെ കുറേ മെസ്സി ഉണ്ട്. സ്കില്ലുള്ള നമ്പർ കണ്ടോ, നമ്പർ കൂടുതലാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എഫ്സി മൊബൈലിനെ പറ്റി വലുതാക്കി പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാവുന്നതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നമുക്ക് ബാക്കിയും കൂടെ ഊഹിക്കാം കേട്ടോ. നമ്മളിപ്പം ഇവർ പറഞ്ഞേക്കുന്നതിൻ്റെ പ്രൈസിലാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പം നമ്മൾ ഹയസ്റ്റ് നോക്കുന്നില്ല കേട്ടോ, ഹയസ്റ്റ് പ്രൈസ് നോക്കുന്നില്ല. ഹയസ്റ്റ് കൊടുത്താൽ ചിലപ്പോൾ ആരും വാങ്ങിക്കത്തൊന്നുമില്ലായിരിക്കും. പിന്നെ ഇനിയും 51 പ്ലെയേഴ്സ് ബാക്കിയുണ്ട് സെല് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്ന് സെല് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്ന് പെട്ടെന്ന് സെല് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളെ വെറുതെ എന്നതിനെ ബോറടിപ്പിക്കുന്നത് ഞാൻ എന്താ പോയി വന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 25 ആൾക്കാരെ സെല്ലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആകെ 3 ആൾക്കാരെ സെല്ലായി വന്നിട്ടുള്ളൂ. നമുക്ക് ആ കോയിൻസ് ഒക്കെ ക്ലെയിം ചെയ്തേക്കാം. അപ്പോൾ ഇവരിങ്ങനെ സെല്ലാവാൻ കുറേ നേരം എടുക്കുമായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഒഴിച്ച ആൾക്കാരും കൂടെ ഇപ്പോൾ 20 എത്ര സ്ഥാനം വെച്ച് എത്ര ഉണ്ട്? 22 ആൾക്കാർ ഇനിയുണ്ട്. ഇപ്പോൾ 21. ബാക്കി ആൾക്കാരും കൂടെ നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ബാക്കി ഇച്ചിരി ആൾക്കാരും കൂടെ സെല്ല് ചെയ്തേക്കാം. ഇതിപ്പോൾ കുറേ നേരം എടുക്കും കേട്ടോ സെല്ല് ചെയ്യാൻ. നമ്മളിപ്പം ആകെ എത്രയാണ് നോക്കട്ടെ, ഇനി 32 ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ സെല്ല് ചെയ്യാൻ. ഇത് ഒറ്റ ദിവസമൊന്നും തീരത്തില്ലായിരിക്കും. അത് മാത്രമല്ല പിന്നെ ഇവർ സെല്ലാക്കണമെങ്കിലും കുറച്ചധികം നേരം എടുക്കും, സെല്ലായി പോകണമെങ്കിലും കുറച്ചധികം നേരം, സെല്ലായി പോകാൻ കുറച്ചധികം നേരം എടുക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനിയും കുറച്ച് കണ്ട് നോക്കാം, അതെല്ലാം ഇതായി കാണും.
ഒന്ന് ബാക്ക് അടിക്കാം guys. നമുക്ക് ബാക്ക് അടിച്ച് ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം. നമ്മൾ മെയിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് റാങ്ക്ഡ് മാച്ച് ഒക്കെയാണ് ഇതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോളിലെ റാങ്ക് മാച്ചാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് കളിക്കുന്നത്. ചിലപ്പം നമ്മൾ ഇത് കളിക്കാറുണ്ട്. ഇത് പറഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ 1 കഴിഞ്ഞു കേട്ടോ. നമ്മൾ ചാപ്റ്റർ 1 ഫുട്ബോളെല്ലാം കളി നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോക്കുവാണ് ഇതേതാ ഇതേത് ഗെയിമാ? ഇത് നമ്മൾ കണ്ടില്ലല്ലോ. ഇതേതാ? ഞാൻ കംപ്ലീറ്റ് ആക്കിയതാണല്ലോ എല്ലാം. ഇതേത് ഗെയിമാ? ഏതേത് ഗെയിമാ? എനിക്ക് തോന്നുന്നു ഇതും കൂടെ കംപ്ലീറ്റ് ആക്കണം. നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലൈം കംപ്ലീറ്റ് ആക്കണം. ഇത് നമുക്ക് ആദ്യം സ്കിൽ ഗെയിം ഒന്ന് കളിക്കാം. ഫ്രീ കിക്ക് ഇട്ട് ബാക്കിയും വായിച്ചില്ല. ബാക്കി വായിക്കാൻ സമയം കിട്ടിയില്ല, അപ്പോഴേ പോയി. ഞാൻ ചാപ്റ്റർ 2 കഴിഞ്ഞതാണ്. നമ്മളിപ്പോൾ ചാപ്റ്റർ 1 കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചാപ്റ്റർ 2 ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം വന്ന് നോക്കുമ്പോൾ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. വേറെ ഏതോ വന്നിട്ട് നോക്കട്ടെ. ഇതന്നെയാണ്. ഇതെനിക്ക് ഇങ്ങനത്തെ ഗോൾ അടിക്കാനുള്ള ഇച്ചിരി പാട്. നമ്മൾ അടിക്കുന്ന പോലെ ഒന്നും ഇവർ വരുത്തില്ല. പക്ഷേ ഏറ്റവും താരോട്ടാക്കുമ്പോൾ എനിക്ക് വന്ന് ഇതെല്ലാം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സ്കിൽ ഗെയിം സക്സസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം അതെ, ഫ്രീ കിക്ക് ഹിറ്റ് ആൻഡ് ഏരിയാസ്. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കപ്പം എന്തോ ഒരു പാക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നത് ഗോൾഡ് ആയിരിക്കും. ചിലപ്പോൾ ഗോൾഡോ ഡയമണ്ടോ അങ്ങനെ വല്ല ഉണ്ട് തരും കേട്ടോ. ടാപ്പ് ടു ഓപ്പൺ ചെറിയ സീനുണ്ട് നെറ്റിൻ്റെ. ഓക്കെ, ഡയമണ്ട് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയമണ്ട് എന്ന് പറയാൻ വല്ല ജംസ് എന്നാണ് കേട്ടോ ഇന്നത്തെ പറയുന്നത്. ഞാൻ ചുമ്മാ ഡയമണ്ട് എന്ന് പറഞ്ഞു. അടുത്തൊരു സ്കിൽ ഗെയിമാണ് കേട്ടോ ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഇപ്പോൾ ഈ സ്കിൽ ഗെയിം നമ്മൾ ജയിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടും. നമുക്ക് തന്നെ കിട്ടും. നമുക്ക് ഡയമണ്ട് കിട്ടും. ഡയമണ്ട് അല്ല, ജംസ്. ഇതിനകത്ത് ജംസ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ജംസ് കിട്ടും. ഇതാണ് ഇത് പാട് കേട്ടോ. എനിക്ക് ആ കോയിൻ ഇല്ല, കോയിൻ കണ്ട, ആ കോയിൻ കളക്ട് ചെയ്യണം. അവന് ബോൾ കൊടുക്കാനും പാടില്ല. ബോൾ നമ്മൾ എടുത്തോണ്ട് ആ കോയിൻ കളക്ട് ചെയ്യണം കേട്ടോ. ഇത് ഭയങ്കര പാടാണ്. എനിക്ക് പാടാം. വേറെ ആർക്കും പാടല്ലെങ്കിൽ എനിക്ക് പാടാം. കാരണം അവർ ടൈമറും കൂടെ കാണിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും സീൻ. അതാ സീൻ. സമയം പോയി. ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് സെറ്റാക്കാം. അല്ല, ഞാനിത് പിന്നെ ആയതോളാം. എനിക്ക് വേണ്ട. ഞാൻ വീഡിയോയിൽ ഇടയ്ക്കാനാണ് എനിക്ക് കമോൺ. അപ്പോൾ ഇതും കംപ്ലീറ്റ് ആക്കണം. ഞാൻ ചാപ്റ്റർ 2 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാപ്റ്റർ 2 ഇവിടം വരെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മാച്ചും കൂടെ കളിക്കണം. ഇത് കളിച്ചൊക്കെ ജയിക്കുവാണ് 300 കിട്ടുന്നു. 300 നമുക്ക് ആദ്യം ഒന്ന് കളിച്ചാലോ. നമുക്ക് ആ മാച്ച് ഒന്ന് കളിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഈ മാച്ചും കൂടെ കഴിഞ്ഞ് ഞാൻ പോകും കേട്ടോ. ബിക്കോസ് നമുക്ക് പാട്ടായിട്ട് കാണാം കേട്ടോ. ഇപ്പോഴേ വീഡിയോ ലോങ് ആയിട്ടുണ്ട്, നല്ലപോലെ ലോങ് ആയിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഒരു ശ്രദ്ധയും വേണം. നമ്മൾ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഞാൻ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എൻ്റെ അക്കൗണ്ട് എൻ്റെ എച്ച് മൊബൈൽ അക്കൗണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിലാണ് ഇപ്പം പന്ത് നോക്കുവാണ്. നമുക്കാണ് ഏറ്റവും കൂടെ നല്ല ടീംസ്. അവന്മാരുടെ ടീം അത്ര അങ്ങോട്ട് പോരാ കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗൈസ്. നമ്മൾ അത്യാവശ്യം 100ൻ്റെ മണ്ടയിലൊക്കെ ഉള്ള പ്ലെയേഴ്സൊക്കെ തന്നെ. നമ്മൾ പാസ് ചെയ്ത് കളിക്കാം. ബോൾ ഔട്ട്സൈഡിലോട്ട് പോയി. നമ്മൾ ചിലപ്പോൾ ഫൗളൊക്കെ കാണിക്കും കേട്ടോ. ഫൗള് നമ്മുടെ ഇതിനകത്ത് ഉള്ളത്. പക്ഷെ അത് വെച്ച് സ്റ്റക്കായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കൈ തട്ടി പാസ് വെക്കുമ്പോൾ നമ്മുടെ ഇവർക്ക് തന്നെ ബോൾ പോകും കേട്ടോ. ഇതെന്നെ സംഭവം. അങ്ങനെ ഓടാ ബോൾ അവന്മാരുടെ കയ്യിലെത്താൻ പാടില്ല. ഇച്ചിരി സ്റ്റക്ക് അധികം ഉണ്ടല്ലോ. ഇച്ചിരി അധികം സ്റ്റക്ക് ഉണ്ടല്ലോ. നമ്മുടെ നേരെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഗോൾ പോസ്റ്റ്. അല്ല, അവരുടെ ഗോൾ പോസ്റ്റ്. നമ്മൾ അങ്ങോട്ട് അടിക്കണം കേട്ടോ. ഇവനെ ഒന്ന് പറ്റിക്കട്ടെ. സ്കില്ല് ഉണ്ടായിരുന്നു.
അത് നല്ല രസമായിട്ട് ഈ സ്കില്ല് അയ്യോ ബോൾ ഒന്നുമില്ല. എനിക്ക് ചന്തി വേദന എടുക്കും. ഞാൻ ഒന്ന് ഇരിക്കട്ടെ. ഓക്കെ. ഞാൻ ബെഡി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കഴുത്തും എല്ലാം വേദന എടുക്കും. ഈ കളി എടുക്കാൻ ഞാൻ നോക്കട്ടെ ഗോൾ അടിക്കാൻ പറ്റുമെന്ന്. ഗോൾ അടിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നോക്കുന്നതായിരിക്കും. ബോൾ പോയി. താങ്ക്സ് ബ്രോ. അടി. ഗോൾ അടിച്ചു ഗൈസ്. നമ്മുടെ സെലിബ്രേഷൻ കണ്ടോ ഗൈസ്? ആരാണോ ഗോൾ അടിച്ചത് നിന്നെ ദൈവം നമ്മള് അപ്പൊ അമ്മാരുടെ കയ്യിലാണ് കേട്ടോ ബോൾ. നമ്മൾ അമ്മാരുടെ കയ്യിലെങ്കിലും നമ്മൾ എടുക്കണം. ഇന്നത്തെ ഓട്ടോ മോഡ് ഭയങ്കര സീനാണ് കേട്ടോ. ഞാൻ അറിയാതെ ഓട്ടോ മോഡിൽ ഇട്ട് കളിക്കുമ്പം അറിയാതൊക്കെ ഗോൾ ചുമ്മാ അങ്ങ് കയറും. നമുക്ക് രണ്ടേ അമ്മാർക്ക് ഒന്നാ കേട്ടോ. അവന്മാർ ഒരു ഗോള് ആദ്യമല്ല അവരിങ്ങനെ മാച്ചിൽ തന്നെ കാണിക്കുന്ന ഒരു ഗോള് തന്നു. നമുക്കൊരു ഗോൾ അവർ തന്നെ മാച്ചുകാർ തന്നെ തന്നു. എന്നെ പറ്റിക്കാറായിരുന്നു എന്നൊക്കെ തരാറേ. പോയി ഓക്കെ അത് വേണ്ട പിന്നീട് എനിമി പോട്ടെ. അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഫ്രീ ഫയറിൽ ഹീറോയ്ക്ക് അടിക്കുക കേട്ടോ. ഇന്നലെ സീസൺ 1 ഇന്ന് ഹീറോയ്ക്ക് അടിക്കുക സീനല്ലേ. അപ്പം കളിക്കാനും കുറെ നേരം എടുക്കൂല്ലോ. ഓണാവധി അല്ലേ ബ്രോ, കളിക്കാൻ ഒരു സമയമൊക്കെ കിട്ടും. എപ്പോഴും കളിക്കാനൊക്കെ പറ്റൂല്ലോ. നേരത്തെ തന്നെ ക്ലാസ് ഒക്കെ ഉള്ളപ്പോൾ കളിക്കാനൊന്നും തീരെ പറ്റത്തില്ലായിരുന്നു. അടുത്ത ഗോള് രണ്ടാമത്തെ ഗോള്. ഇവരുടെ ടീം അത്ര അങ്ങോട്ട് പോരാ. ഇവരുടെ ടീം അത്ര നല്ല പ്ലേയേഴ്സ് ഒന്നുമില്ല. നമ്മുടെ ടീമിൽ അത്ര നല്ല പ്ലേയേഴ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കളിയൊക്കെ ഇരിക്കുന്നത്. ഞാൻ ഗോൾ അടിച്ചേക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗോൾ. ഒരു വണ്ടർഫുൾ ഗോൾ അല്ലേ. അപ്പം 3-1 കേട്ടോ. 3-1. ഇവര് കുറച്ച് കഴിയുമ്പോൾ കളി കഴിയും. അപ്പം അയ്യോ ഞാൻ അറിയാതെ ക്ലിയർ പിടിച്ച് നിർത്തി. സ്ലൈഡായിരുന്നു. ഞാൻ ക്ലിയർ പിടിച്ച് വെക്കുക അറിയാതെ. പോട്ടെ സ്ലൈഡ് അയ്യോ ക്ലിയർ പിടിച്ച് വെക്കണ്ടാ മൊണ്ണേ. ഞാൻ സ്ലൈഡ് നിർത്തില്ല. ക്ലിയർ സംഭവം എന്ന് പറയട്ടെ. ക്ലിയർ എന്ന് പറഞ്ഞാൽ നമ്മള് ക്ലിയർ പോട്ടെ. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മള് എതിർ ടീമിന്റെ കയ്യിൽ ബോൾ ഉണ്ടെങ്കിൽ നമ്മൾ അവനെ വീഴ്ത്തും കേട്ടോ. നമ്മൾ സ്ലൈഡ് ചെയ്താൽ നമ്മൾ കാലും കൊണ്ട് സ്ലൈഡ് ചെയ്ത് അവന്മാരെ വീഴ്ത്തുമ്പോൾ ബോൾ അങ്ങ് പോകത്തില്ല. ബോൾ അങ്ങ് നമ്മൾ എടുക്കും. അങ്ങനെയാണ് പരിപാടി. അയ്യോ കണക്ഷൻ പോണം. ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ ഇവിടെ സ്ലൈഡ്. അയ്യോ എടാ ബോൾ വേടാ. നമ്മളറിയണം. അങ്ങോട്ട് ഇറങ്ങിയേക്കാം. സമയം കഴിഞ്ഞു. ഫുൾ ടൈം ആയി. അപ്പൊ നമ്മൾ കളി ജയിച്ചിട്ടുണ്ട്. നമ്മൾ 3 ഗോൾ നേടി നമ്മൾ കളി ജയിച്ചിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ കളി നമ്മൾ കളിച്ച് കാണിച്ചത്. നമുക്കൊരു റിവാർഡ് കിട്ടും കേട്ടോ. നമ്മൾ കളി ജയിച്ചതിന്റെ റിവാർഡ് കിട്ടും. നമ്മുടെ ലോഡിങ് ആവട്ടെ. ഇപ്പം വീഡിയോ അത്യാവശ്യം ലോങ് ആയിപ്പോയി കേട്ടോ. അത് കുഴപ്പമില്ലേക്കല്ലേ. ഇതാണ് നമ്മുടെ റിവാർഡ്. നോക്കുവാണ് നമുക്ക് റിവാർഡ് ടാപ്പ് ടു ഓപ്പൺ നോക്കിയാൽ മതി. ഇപ്പൊ നോക്കതേ റിവാർഡ് ഗോൾഡൻ കോയിൻസ് ആണ് കേട്ടോ. കോയിൻസ് ആണ്. ക്ലൈം കണ്ടിന്യൂ നോക്കാം. നമുക്ക് സെറ്റ് ചെയ്ത് നമ്മുടെ XP കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ മാച്ച് കഴിഞ്ഞ് നമുക്ക് ടിക്ക് കിട്ടി. അടുത്ത മാച്ച് ഇതാണ് കേട്ടോ. നമുക്കിത് പിന്നെ കളിക്കാം. ഇപ്പം വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ട് അപ്പം മതിയാക്കാൻ പോവാണ്. വേറെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പം ബൈ. ഫ്രീ ഫയറിന്റെ വരുന്നതായിരിക്കും. ഫ്രീ ഫയറിന്റെ വീഡിയോ വരും. FC മൊബൈലിന്റെയും വരും. എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ഗുഡ് ബൈ.